എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം ഉത്തരാർത്ഥം അധ്യായം 69 ശ്ലോകം 8 മുതൽ 16 വരെ ഉള്ള 9 ശ്ലോകങ്ങൾ ഇന്ന് നമുക്ക് നോക്കാം. നാരദ മഹർഷി ഭഗവാൻ ഈ 16,008 ഭാര്യമാരോട് കൂടിയിട്ട് എങ്ങനെ ഒരാള് കഴിയണത് അതൊന്ന് കാണണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ട് ദ്വാരകയിലേക്ക് അങ്ങനെ വരികയാണ്. വിശ്വകർമാവ് നിർമ്മിച്ച അത്ഭുത ശില്പിയാണ്. വിശ്വകർമാവാണ് ലോകത്തിലെ ഏറ്റവും നല്ല ശില്പി. അദ്ദേഹത്തിന്റെ കഴിവ് മുഴുവനും ഈ ദ്വാരകയുടെ നിർമ്മാണത്തിൽ അദ്ദേഹം പ്രയോഗിച്ചിട്ടുണ്ട്. അത്ഭുതം. ലോകത്തിൽ എവിടെയില്ല ഇങ്ങനത്തെ ഒരു കൊട്ടാരം. അതിനെപ്പറ്റി ഇതാ വിസ്തരിച്ച് വർണ്ണിച്ചിരിക്കുന്നു. ഓം നമോ ഭഗവതേ വാസുദേവായ കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 8. തത്ര ഷോഡശഭിഃ സത്മസഹസ്രൈഃ സമലംകൃതം വിവൈശൈകതമം ശൗരേ പത്നീനാം ഭവനം മഹത്. ഭഗവാന്റെ ആ പത്നിമാരുടെ 16,000 ഭവനങ്ങളിൽ വെച്ച് ഒരു ഭവനത്തില് ശ്രീനാരദ മഹർഷി പ്രവേശിച്ചു. ഈ 16,000 ഗൃഹങ്ങളും ഒരേ നിരയിലിങ്ങനെ ഒരേപോലെ നിൽക്കുകയാണ്, പണിതിരിക്കുക. അപ്പൊ എന്താ, ഓരോ ഗൃഹത്തിനും മറ്റുള്ള ഭവനങ്ങൾ മുഴുവനും അലങ്കാരമായിട്ടിരിക്കണമെന്ന്. വിഷ്ടബ്ധം വിദ്രുമസ്തംഭൈഃ വൈഡൂര്യഫലകോത്തമൈഃ ഇന്ദ്രനീലമയൈഃ കുഡ്യൈഃ ജഗത്യാജാഹദത്യുഷാ. ശ്രീനാരദൻ പ്രവേശിച്ച ആ അന്തഃപുരത്തിലെ തൂണുകള് പവിഴങ്ങൾ കൊണ്ടുണ്ടാക്കിയതാ. ആ തൂണിന്റെ മീതെ വെച്ചിട്ടുള്ള ഉത്തരങ്ങളോ വൈഡൂര്യം കൊണ്ട്. ചുമരുകളൊക്കെ ഇന്ദ്രനീല കല്ലുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നിലത്തുള്ള ടൈൽസൊക്കെ സൂര്യന്റെ രശ്മികളെക്കാളും പ്രകാശത്തോടു കൂടി ഇങ്ങനെ തിളങ്ങണമെന്നാണ് പറയണത്. അത്ര മനോഹരമായിരുന്നു നിലത്ത് വിരിച്ചിരിക്കുന്ന ടൈൽസൊക്കെ. വിതാനൈ നിർമ്മിതൈസ്തുഷ്ട്ര മുക്താദാമ വിളംബിഭി ദാന്തൈരാസനപര്യങ്കൈ മണ്യുത്തമ പരിഷ്കൃതൈ. ആ ഭവനങ്ങളുടെ അന്തർഭാഗത്തില് മേലാപ്പുകളൊക്കെ കെട്ടി അലങ്കരിച്ചിട്ടുണ്ട്. മുത്തുമാലകള് ആ മേലാപ്പുകളിൽ ഇങ്ങനെ കെട്ടിത്തൂക്കിയിരിക്കുന്നു. ഇരിക്കാനും കിടക്കാനുള്ള ആസനങ്ങളും ശയനങ്ങളും ആനക്കൊമ്പ് കൊണ്ടുണ്ടാക്കിയതാ. ഏറ്റവും കാന്തിയുള്ള ഉത്തമരത്നങ്ങൾ പതിച്ച് അലങ്കരിച്ചിട്ടുണ്ട് ആ കട്ടിലുകളും സോഫകളും ഒക്കെ. ഇവയെല്ലാം പണിതു വെച്ചിരിക്കുന്നത് വിശ്വകർമാവ് തന്നെയാണ്. അക്കാലത്തെ ധനസമൃദ്ധിയും ശില്പവൈചിത്രവും എങ്ങനെയായിരുന്നു എന്നാണ് ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം, അല്ലെ? ദാസീഭിർനിഷ്കണ്ഠീഭി സുവാസോഭിരലങ്കൃതം പുംഭി സകഞ്ചുകോഷ്ണീഷ സുവസ്ത്രമണികുണ്ടലൈ പുംഭി സകഞ്ചുകോഷ്ണീഷ സുവസ്ത്രമണികുണ്ടലൈ. അന്തഃപുരത്തിലെ ദാസിമാരും കൂടി സർവാഭരണഭൂഷിതകളായിരുന്നു. ഒന്നാം തരം പട്ടുവസ്ത്രങ്ങളൊക്കെ വിശേഷ വസ്ത്രങ്ങളൊക്കെ ധരിച്ചവരായിരുന്നു ദാസിമാരും. ദാസന്മാരോ അവരുടെ ആ കുപ്പായം, തലയെക്കെട്ട്, വിശേഷ വസ്ത്രം, രത്നകുണ്ടലം മുതലായിട്ടുള്ള യോഗ്യതയുള്ള വസ്ത്രങ്ങളും ആഭരണങ്ങളും ഒക്കെ ധരിച്ചവരായിരുന്നു ദാസന്മാരും. രത്നപ്രദീപ നികരദ്യുതിഭിർനിരസ്ത ധ്വാന്തം വിചിത്രവളഭേഷു ശിഖണ്ഡിനോംഗ നൃത്യന്തിയത്ര വിഹിതാ ഗരുധൂപമക്ഷേ നിര്യാന്തമീക്ഷ്യ ഘനബുദ്ധയ ഉന്നദന്ത. ഗൃഹത്തിന്റെ ഉൾഭാഗങ്ങളിലെ മണിവിളക്കുകൾ ഇങ്ങനെ നിരനിരയായിട്ട് കത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് എന്താ, എല്ലാ സ്ഥലത്തും പ്രകാശം മാത്രം, അന്ധകാരമൊന്നും എവിടെയില്ല. ഉദ്യാനങ്ങളില് വസിക്കുന്ന മയിലുകള് അറയില് പുകച്ചിരിക്കുന്ന ആ കുങ്കല്യ എന്ന് പറഞ്ഞ ഒരു അതിസുഗന്ധ ചൂർണത്തിന്റെ ആ പുക ജനലുകളിൽ കൂടി ഇങ്ങനെ പുറത്തേക്ക് വരുന്നത് കണ്ടപ്പോഴേ മയിലുകള് നീലമേഘാണെന്നുള്ള വിചാരം കൊണ്ട് സന്തോഷിച്ച്
ഏറ്റവും ഉച്ചത്തിൽ ശബ്ദിച്ചുകൊണ്ട് പീലി വിരുത്തി ഇങ്ങനെ ആടി കളിക്കണമെന്ന്. നീലപ്പുകയാണ് ഈ കുങ്കല്യത്തിന് വരുന്നത്. അത് കണ്ടപ്പോ കാർമേഘാണെന്ന് വിചാരിച്ചിട്ട് വളരെ സന്തോഷിച്ച് അവര് പീലി വിരുത്തി ആടിക്കളിക്കുന്നു. തസ്മിൻ സമാന ഗുണരൂപ വയസ്സുവേഷ ദാസി സഹസ്രയുതയാനുസവം ഗൃഹിണ്യാ വിപ്രോദർശ ചമരവ്യജനേന രുക്മദണ്ഡേന സാത്വതപതിം പരിവീജയന്ത്യ. ആദ്യം നാരദ മഹർഷി പ്രവേശിച്ചത് രുക്മിണി ദേവിയുടെ കൊട്ടാരത്തിൽ തന്നെയാണ്. അങ്ങനെ ഭാര്യാസമേതനായിട്ട് അങ്ങനെ വളരെ സന്തോഷത്തോടുകൂടി ഇരിക്കുന്ന ഭഗവാനെ കണ്ടു നാരദ മഹർഷി. ഗുണം കൊണ്ടും ആകൃതി കൊണ്ടും പ്രായം കൊണ്ടും വസ്ത്രാഭരണാദി വേഷം കൊണ്ടും സദൃശകളായ 1000 ദാസികള് രുക്മിണി ദേവിക്കുണ്ട്. പക്ഷേ എങ്കിലും ഭക്തിയുടെ ആധിക്യം നിമിത്തം സ്വർണ്ണപ്പിടിയുള്ള വെഞ്ചാമരം എടുത്തു പിടിച്ച് സ്വന്തം കൈകൊണ്ട് സർവദാ വീശിക്കൊണ്ടിരിക്കുന്ന രുക്മിണി ദേവിയോട് കൂടിയിട്ടാണ് ഭഗവാനെ കണ്ടത്. രുക്മിണി ദേവി തന്നെയാണ് ചാമരം വീശിക്കൊണ്ടിരുന്നത് ഭഗവാന്. തം സന്നിരീക്ഷ്യ ഭഗവാൻ സഹസോത്ഥിത ശ്രീപര്യങ്കത സകലധർമ്മഭൃതാം വരിഷ്ഠ ആനമ്യ പാദയുഗളം ശിരസാ കിരീടജുഷ്ടേന സാഞ്ജലിരവീവിശത ആസനേ സ്വേ. നാരദ മഹർഷി അങ്ങോട്ട് കണ്ടപ്പോ തന്നെ സകലധർമ്മ സംരക്ഷണം ചെയ്യാനായി അവതരിച്ചിരിക്കുന്ന ഭഗവാൻ ശ്രീകൃഷ്ണൻ ഗൃഹസ്ഥാശ്രമികള് അതിഥികളുടെ നേരെ കാട്ടേണ്ട ധർമ്മം ലോക ജനതയ്ക്ക് മനസ്സിലാവണം. എങ്ങനെയാണ് ഒരു അതിഥി വന്നാൽ പൂജിക്കേണ്ടതെന്ന് അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ തന്നെ എണീറ്റു. ആ നാരദ മഹർഷി അങ്ങോട്ട് കണ്ടപ്പോഴേക്ക് അപ്പൊ തന്നെ അങ്ങോട്ട് എണീറ്റു. ശ്രീദേവിയുടെ അവതാരമായിരിക്കുന്ന രുക്മിണിയുടെ പര്യങ്കത്തിൽ നിന്ന് അങ്ങോട്ട് എഴുന്നേറ്റ് കിരീടത്താൽ അലങ്കരിക്കപ്പെട്ടിരിക്കുന്ന ആ ശിരസ്സുകൊണ്ട് മഹർഷിയുടെ പാദയുഗളത്തിൽ നമസ്കാരം കൊണ്ട് ചെയ്തു. ആദ്യം തന്നെ മഹർഷി നമസ്കാരം. എന്നിട്ട് എഴുന്നേറ്റ് അഞ്ജലി ബന്ധം ചെയ്തുകൊണ്ട് താൻ ഇരിക്കുന്ന സിംഹാസനത്തിൽ നാരദ മഹർഷിയെ അങ്ങോട്ട് ഇരുത്തി. ഭഗവാൻ അവിടെ രുക്മിണി ദേവിയുടെ അടുത്ത് സിംഹാസനത്തിൽ ഇരിക്കുകയായിരുന്നു. വേഗം അതിലങ്ങോട്ട് നാരദ മഹർഷിയെ കൊണ്ട് അങ്ങോട്ട് ഇരുത്തി. എന്നിട്ടോ തസ്യാവനിജ്യ ചരണൗ തദപസ്വമൂർധ്ന ബിഭ്രജഗൽ ഗുരുതരോപി സതാം പതിർഹി ബ്രഹ്മണ്യദേവ ഇതി യത് ഗുണനാമയുക്തം തസ്യൈവ യച്ചരണശൗചം അശേഷതീർത്ഥം. ഭഗവാൻ ശ്രീകൃഷ്ണൻ സകല ഗുരുക്കന്മാരുടെയും ഗുരുവാകുന്നു. എങ്കിലും സർവധർമ്മങ്ങളെയും സംരക്ഷിക്കാൻ വേണ്ടി മനുഷ്യരൂപം ധരിച്ചവനായതുകൊണ്ട് സർവസ്യാഭ്യാഗതോ ഗുരു, അതിഥി ഏവർക്കും ഗുരു തന്നെയാണ് എന്നുള്ള ധർമ്മശാസ്ത്രത്തെ ആചാരപൂർവം അഖില ജനങ്ങളെയും അനുശാസിക്കാൻ വേണ്ടി നാരദ മഹർഷിയുടെ ആ പാദകമലത്തെ താൻ തന്നെ വെള്ളമൊഴിച്ച് ശുദ്ധി ചെയ്ത ശേഷം മഹർഷിയുടെ പാദത്തെ സ്പർശിച്ചതുകൊണ്ട് പരിശുദ്ധ തീർത്ഥമായി ഭവിച്ചിരിക്കുന്ന ആ ജലം ആ ശിരസിൽ അങ്ങോട്ട് തളിച്ചു ഭഗവാൻ. ബ്രാഹ്മണ ഭക്തി ഇങ്ങനെയാണ് ഉണ്ടാവേണ്ടത് എന്ന പ്രവൃത്തി കൊണ്ട് ലോകത്തിന് കാണിച്ചു കൊടുത്തു ഭഗവാൻ. ബ്രാഹ്മണരെ തൻ്റെ ദൈവമായിട്ട് തന്നെ കരുതുന്നവനാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ. ഭഗവാനെ എല്ലാവരും അത് കാരണം ബ്രഹ്മണ്യദേവൻ എന്നാണ് വിളിക്കുക. യാതൊരു ഭഗവാന്റെ പാദകമല സമ്പർക്കം നിമിത്തം ഗംഗാനദി സകല തീർത്ഥങ്ങളിലും വെച്ച് ഉത്തമ തീർത്ഥമായി ഭവിച്ചിരിക്കുന്നുവോ ഇത്ര മഹിമയോടുകൂടിയ ഭഗവാൻ ലോകശിക്ഷണാർത്ഥം ഇങ്ങനെ പ്രവർത്തിച്ചത് ഏറ്റവും യുക്തം തന്നെയാണ് എന്ന് പറയുന്നത്. സംപൂജ്യ ദേവ ഋഷിവര്യം ഋഷിപുരാണോ നാരായണോ നരസഖോ വിധിനോദിതേന വാണ്യാഭിഭാഷ്യ വിദയാമൃതമൃഷ്ടയാതം പ്രാഹ പ്രഭോ ഭഗവതേ കരവാമകേ കിം. സഹസ്രകവചനായ അസുരനെ സംഹരിക്കാൻ വേണ്ടി പണ്ട് ശ്രീ മഹാവിഷ്ണു നരൻ എന്നും നാരായണൻ എന്നും പേരോടുകൂടി അവതരിച്ച് മഹാതപസ് ചെയ്തിട്ടുള്ളവനാകയാൽ ഭഗവാൻ പണ്ടേ ഉള്ള ഒരു ഋഷിയാണ്. നാരായണൻ എന്ന പേരോടുകൂടിയ പുരാണ ഋഷിയായ ഭഗവാൻ ശ്രീകൃഷ്ണൻ ദേവർഷി ശ്രേഷ്ഠനായ നാരദനെ ശാസ്ത്രവിധി പ്രകാരം ഇങ്ങനെ പൂജിച്ച ശേഷം അമൃതം പോലെ
പരമസന്തുഷ്ടി നൽകുന്ന മിതവാക്കിനാൽ ആഗമന സന്തോഷം സൂചിപ്പിച്ചതിൽ പിന്നെ ഹേ പ്രഭു, അവിടത്തേക്ക് ആയിക്കൊണ്ട് ഞാൻ എന്താ ചെയ്യേണ്ടത്, കൽപ്പിച്ചാലും എന്ന് പറഞ്ഞ് അങ്ങനെ വിനയത്തോടുകൂടി നാരദ മഹർഷിയുടെ അടുത്ത് നിൽക്കുകയാണ്. നാരദ മഹർഷി ഇതൊക്കെ കണ്ട് അത്ഭുതപ്പെട്ട് മറുപടി പറയണു ഭഗവാനോട്. അത് നമുക്ക് അടുത്ത ദിവസം കേൾക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.